പട്ടപൊട്ടി. ഫിഷ് ഫ്രൈ. രംഗീല ഫിഷ് ഫ്രൈ എടുത്തോണ്ട് വരാൻ തോന്നുന്നു. രംഗീല വേഗം അതെടുത്തോണ്ട് ടെറസിലേക്ക് വന്നേക്ക്. ഇന്നാ പിടിച്ചോ, ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഉണ്ട്. മൈര, ആദ്യം ഇത് നീ കഴിക്ക്. അവള് മാത്രം തനിച്ച് കഴിച്ചാ ശരിയാവില്ലല്ലോ. രംഗീല, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. രുദ്ര, വൂൾഫിംഗ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ വൂൾഫ് റേസിന് ക്ഷണിച്ചിരിക്കുകയാണ്. റേസ് നാളെയാണ്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. വരുമ്പോ മുത്തശ്ശനെയും മറക്കരുത്. മുത്തശ്ശൻ മജീഷ്യൻ സ്കോട്ടിലേക്ക് പോയിരിക്കാം. തിരിച്ചു വരാൻ കുറച്ച് ദിവസമാവും. ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വരാം. വുൾഫീന, ഒരു കാര്യം പറയൂ. ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ ആരാണ്? ജയ്സിംഗ് ചൗഹാൻ. അദ്ദേഹമാണ് ഏറ്റവും വലിയ മജീഷ്യൻ. സോറി കിങ്, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ്. ജയ്സിംഗ് വളരെ മധുരമായി സംസാരിച്ച് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവനാണ് വലിയ മജീഷ്യൻ എന്ന്. അല്ലെങ്കിലും നമ്മളുടെ വോൾഫ് കിങ് ജയ്സിംഗിനെക്കാളും ഒട്ടും പിറകിലല്ല. താങ്കൾക്ക് അത് പ്രൂവ് ചെയ്യാൻ നല്ലൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ശരിയാണ് പറഞ്ഞത്. പക്ഷേ അതെങ്ങനെ ചെയ്യും? നിങ്ങൾ എനിക്ക് പെർമിഷൻ മാത്രം തന്നാൽ മതി. പിന്നെ നോക്കൂ, നടക്കാൻ പോകുന്ന റേസിൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം. അതായത് വോൾഫ് കിങ് ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യനാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. പെർമിഷൻ ഗ്രാൻഡഡ് ഷകാൽ. ഞാനും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയണം. അവരിങ്ങോട്ട് വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അല്ല, ഇതാര്? രുദ്രയോ? നിങ്ങൾ എത്തിയോ? വെൽക്കം, വെൽക്കം. വോൾഫ് കിങ്, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓ രുദ്ര, നീയും ഇങ്ങോട്ട് വന്നത് വളരെ നന്നായി. നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ വോൾഫ് കിങ്, നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. രുദ്ര ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെക്കനാണ്. രുദ്ര, ഇങ്ങോട്ട് വാ, സ്റ്റേജിലേക്ക് കയറി വാ. താങ്ക് യു ഷക്കാൽ. ഓ, അവനൊരു പാമ്പാണ്. ഇത്ര മധുരമായിട്ട് സംസാരിക്കുന്നത് എന്താ? ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ആനുവൽ വൂൾഫ് റേസ് എത്രയും വേഗം തുടങ്ങട്ടെ. രുദ്ര, രുദ്ര, മൈരി വരുണ എങ്ങോട്ടാ പോയത്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രുദ്ര, ഈ റേസ് രസകരമാക്കി മാറ്റാൻ വേണ്ടി ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വൂൾഫാക്കി മാറ്റി റേസിന് ഇതാ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം, നീയും ഈ റേസിൽ പങ്കെടുക്കണം.
നീ ആ വുൾഫ്സിന്റെ കൂടെ ഓടി നിന്റെ ഫ്രണ്ട്സ് ആരാണെന്ന് നീ കണ്ടെത്തണം. അവരെ പഴയതുപോലെ മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഈ റേസിന്റെ ത്രില്ല് വളരെയധികം എക്സൈറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് വുൾഫ് കിങ്? രണ്ടാമത്തെ കാരണം ഇതാണ്. ജനങ്ങൾ പറയുന്നു ജയ് സിംഗ് ചൗഹാൻ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മെജീഷ്യൻ ആണെന്നാ പറയുന്നത്. നീ അദ്ദേഹത്തെ പോലെ തന്നെയാണത്രേ. ഒരുപക്ഷെ നീ നിന്റെ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരെ ശരിയാക്കി കഴിഞ്ഞാൽ നീ തന്നെയായിരിക്കും വലിയ മെജീഷ്യൻ. ഒരുപക്ഷെ നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ നിൽക്കുന്ന ഞാനായിരിക്കും വലിയ മജീഷ്യൻ. പറയൂ, എന്റെ ഈ ചാലഞ്ച് സ്വീകരിക്കുമോ? ഞാൻ ചാലഞ്ച് ചെയ്യാൻ വന്നതല്ല. നിങ്ങളൊക്കെ വലിയ മജീഷ്യൻസ് ആണ്. ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ എന്റെ കൂട്ടുകാരുടെ രൂപം മാറ്റി തരൂ പ്ലീസ്. ഇല്ല, അവരെ പഴയതുപോലെ മാറ്റിയെടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീയും റേസിൽ പങ്കെടുക്ക്, എന്നിട്ട് അവരെ അടയാളം കണ്ടെത്ത്. ഇതല്ലാതെ നിനക്ക് വേറെ യാതൊരു വഴിയുമില്ല. നിനക്ക് നിന്റെ ഫ്രണ്ട്സ് എങ്ങനെ മാറിപ്പോയതിൽ വിഷമമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നിനക്ക് അവരെ കണ്ടെത്താൻ പറ്റില്ലെന്നാ തോന്നുന്നത്. ഓഹോ, നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്നും ചെയ്യാൻ തയ്യാറാണ്. മൈര, വരുൺ, അവർക്ക് തന്നെ അടയാളം കണ്ടെത്താൻ കഴിയില്ല. അവരിപ്പോ വൂൾഫ്സ് ആണ്. അവർക്കിപ്പോൾ ഒറ്റ കാര്യമേ അറിയാവൂ, അവർക്ക് റേസിൽ പങ്കെടുക്കണം മാത്രം തന്നെ. നീ വേണം അവരെ അടയാളം കണ്ടെത്തി നിന്റെ മാജിക് പവർ കൊണ്ട് നോർമലാക്കി മാറ്റണം. സ്റ്റാർട്ട് ദ റേസ്. On your marks, get set, and go! ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. രുദ്ര, വേഗം ചെല്ല്. രുദ്ര, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരുപക്ഷെ നീ നിന്റെ കൂട്ടുകാരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വേറെ ഏതെങ്കിലും വൂൾഫിൽ മാജിക് ഉപയോഗിച്ചാൽ അപ്പോൾ നിന്റെ ഫ്രണ്ട്സ് എന്നേക്കുമായിട്ട് വൂൾഫ് അവതാറിൽ കുടുങ്ങി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് വേണം നീക്കങ്ങൾ ചെയ്യാൻ. ഷക്കാൽ, എനിക്ക് എല്ലാം അറിയാം. ഇതൊക്കെ നിന്റെ പ്ലാൻ ആണെന്ന് അറിയാം. നിന്റെ ഈ പ്ലാൻ വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഈ റേസ് ശരിക്കും രസകരമായിരിക്കും. രംഗില, നമ്മളിപ്പോ വഴിമാറി പോയെന്നാ തോന്നുന്നത്. വരുൺ, മൈര, നിങ്ങളൊക്കെ എവിടെയാണ്? വരുൺ, മൈര. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. രുദ്ര, അവര് റേസ് വിട്ടിട്ട് നമ്മുടെ പുറകെ എന്താ വന്നോണ്ടിരിക്കുന്നത്? പറന്നോണ്ടിരിക്ക. കാട്ടിൽ ചെന്ന് എവിടെയെങ്കിലും പതുങ്ങിയിരിക്ക. രംഗീല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രംഗീല, രുദ്ര, രുദ്ര, ഈ രുദ്ര എവിടേക്കാ പോയത്? അല്ല, നീ അവരെ പേടിച്ച് ഇവിടെ വന്ന് കുടുങ്ങിപ്പോയതാണോ? അവരെ കുറിച്ച് നീ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് അവരെ ഇഷ്ടല്ല. വാ, ഞാനൊരു സ്ഥലം പറയാം. അവരിവിടുന്ന് പോയതിനു ശേഷം നീയും പോക്കോ. വാ. ഓ, താങ്ക് യു, താങ്ക് യു. രുദ്ര, ഇങ്ങോട്ട് വായോ. ഇവിടെ പതുങ്ങിയിരിക്കാൻ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. രംഗില, പുറത്തേക്ക് പോ.
അല്ലെങ്കിൽ അത് നിങ്ങളെ തിന്നു കളയും. അത് കാർണിവോർസ് പ്ലാന്റ് ആണ്. അത് നിങ്ങളെ ഇരയാക്കാൻ നോക്കാണ്. Ibaiska Zibaiska Flower Bonito. എന്റെ അടുത്ത് ഒരു മാജിക്കും വർക്കാകാൻ പോകുന്നില്ല. വെറുതെ സമയം കളയണ്ട. ഇതെന്റെ ലഞ്ച് ടൈമാണ്. പിന്നീട് നമുക്ക് മാജിക് കളിക്കാം. രുദ്ര രക്ഷിക്ക്. നീ എന്നെ പറ്റിച്ച് കൊല്ലാൻ ശ്രമിക്കാണല്ലേ? എന്നെ വിട്ടേക്ക്. നല്ലവളെ പോലെ സംസാരിച്ചിട്ട് എന്നെ കുടുക്കി കളഞ്ഞു അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ രുദ്ര. The wolves. അവര് വളരെ വേഗത്തിലാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ അവരെ നമുക്ക് തടയാനാവില്ല. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്തേ പറ്റൂ. ഓ രംഗിലോ, വേഗം പോയി നീ ഫിഷ് റെഡിയാക്ക്. രുദ്ര, മൈരയും വരുണും ഇപ്പൊ അപകടത്തിലാണ്. നീ ഇപ്പൊ ഫിഷ് കഴിക്കാൻ ആഗ്രഹിക്കാണോ? ഓഹോ രംഗിലോ, മൈരയ്ക്ക് ഫിഷ് ഫ്രൈ വളരെ ഇഷ്ടമാണ്. ചിലപ്പോ ഈ ട്രിക്ക് വർക്കൗട്ട് ആയാലോ. കൊള്ളാം രുദ്ര, കാലക്കാൻ ഐഡിയ. ഫിഷ് ഫ്രൈന്റെ മണം പിടിച്ച് മൈര എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിയേക്കും. ഞാനിപ്പോ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് ചെയ്യ്. നമുക്ക് സമയം കുറവാണ്. ഓക്കെ ഓക്കെ. ഫിഷ് ഫ്രൈ റെഡി. മൈര, come on. ഫിഷ് ഇവിടെയുണ്ട്. Come on. രുദ്ര, ഒരുപക്ഷെ ഇത് റോങ് മൂവ് ആണെങ്കിലോ? Ibaiska Zibaiska Normalastico. രുദ്ര, നീ എന്ത് പണിയായി ചെയ്തത്? അവള് മൈരയല്ല. ഇതെങ്ങനെ സംഭവിച്ചത്? മൈര അവതരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റായ ഉൾഫിന്റെ മേലാണ് മാജിക് ചെയ്തത്. ഓ നോ. എന്താ പറ്റിയത് രുദ്ര? ഞാൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ ആകെ തളർന്നിരിക്കുകയാണല്ലോ. ഏതാണ്ട് ഒരുപാട് ദൂരം ഓടിയത് പോലെയുണ്ട്. മൈര, ഞാനതൊക്കെ പറയാം, പക്ഷെ ഇപ്പൊ സമയം കുറവാണ്. നമുക്ക് ഉടനെ പോണം. വേഗം വാ. രുദ്ര അവളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഒരിക്കലും വരുണിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. രുദ്ര, ഈ സ്പീഡിൽ പോയാൽ നമുക്ക് വരുണിനെ ഒരിക്കലും രക്ഷിക്കാനാവില്ല. ഇത് വല്ല
വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ സ്ഥലത്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ. ഇത് ചതുപ്പ് നിലാണെന്നാ തോന്നുന്നേ. രുദ്ര, ലൈറ്റിന് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്ക. രുദ്ര, താഴേക്ക് നോക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കാറ്റിൽ പറക്കാണല്ലോ. നമുക്ക് പോകാം. എവിടെ നിൽക്കാൻ പാടില്ല. ഈ സ്ഥലം മാജിക്കൽ ആണ്. ഇവിടെ ഗ്രാവിറ്റിയുടെ പ്രശ്നമുണ്ട്. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവന്മാരിത് എന്ത് കളിയാ കളിക്കുന്നത്? ചില സമയത്ത് അവര് നമ്മുടെ പുറകെ, ചില സമയത്ത് നമ്മൾ അവരുടെ പുറകെ. അല്ലേ? അയാൾ വേർവുൾഫായി മാറിയിരിക്കുക. ഇനി എന്ത് ചെയ്യും? അവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ആ വഴിയിൽ കൂടി പോവാം. രുദ്ര കുടുങ്ങിപ്പോയി. അവൻ തീർച്ചയായും തോറ്റ് പിന്മാറും. അതിനുശേഷം ഒരു കാര്യം തീരുമാനമാവും. വോൾഫ് കിങ് അദ്ദേഹമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ എന്ന്. ശകാൽ, കളിതമാശ പറയുന്നത് മതി, നിർത്ത്. എന്തായാലും ആ കുട്ടികൾക്ക് ഒരു അപകടവും ഉണ്ടാകരുത്. ഈ ബൈസ്കോ ട്വിസ്റ്റർ ക്രിയേറ്റോ. അവര് പോട്ടെ, വിട്ടേക്ക്. നിങ്ങൾ ചെന്ന് റേസ് കംപ്ലീറ്റ് ചെയ്യൂ. രുദ്രയ്ക്ക് വരുണിനെ ഒരിക്കലും രക്ഷിക്കാനാവില്ല. അവൻ തോൽവി സമ്മതിച്ചേ പറ്റൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ ഞാനാണെന്ന് സമ്മതിച്ചേ പറ്റൂ. ഫിനിഷിംഗ് മാർക്ക് കണ്ടോ? നമ്മൾ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി ഫിനിഷിംഗ് മാർക്കിൽ എത്തിക്കഴിഞ്ഞു. അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് വരുണിനെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരിക്കലും അവരെ മനുഷ്യനായി മാറ്റാൻ കഴിയില്ല. ആലോചിക്ക്. മൈറ, ഇന്ന് നിന്റെ മാജിക് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. മാജിക്കൽ റേസിൽ ഓടുന്ന വൂൾഫിനെ അറ്റാക്ക് ചെയ്യ. ഫിനിഷിംഗ് ലൈനിന്റെ അടുത്ത് പോവാതെ അവരെ തടഞ്ഞു നിർത്തുക. ഇതിപ്പോ വീണ്ടും പ്രശ്നമായല്ലോ. രുദ്ര, നീ സ്വയം മാജിക് ചെയ്യാതെ മൈരയോട് എത്ര മാജിക് ചെയ്യാൻ പറയുന്നത്? എന്ത് ഫ്രണ്ടാ നീ? മൈറ, സമയം കുറവാണ്. വേഗം അറ്റാക്ക് ചെയ്യ. വൂൾഫിനെ തടഞ്ഞു നിർത്തുക. ഓക്കേ ഓക്കേ. അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. റൈഡേഴ്സ് കുറച്ചുകൂടി സ്പീഡിൽ. സ്പീഡ്. രുദ്ര, ഇവളുടെ മാജിക് ഒരിക്കലും വർക്കാവില്ല. അങ്ങോട്ട് നോക്ക്. അവളുടെ റേസ് ചുറ്റി കറങ്ങാണ്. ഗോൾഫ് ഫിനിഷിംഗ് ലൈനിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു.
മൈരയുടെ മാജിക് എപ്പോഴും വരുണിനെയാണ് അറ്റാക്ക് ചെയ്യാ. ദാ നിൽക്കുന്നു വരുൺ. എന്തൊരു ഐഡിയ ആയിരുന്നു. അല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത്? നിങ്ങൾ എല്ലാരും എന്നെ എന്തിനാ എങ്ങനെ ഹഗ് ചെയ്യുന്നത്? എന്ത് പറയുന്നു ഷാഖാൽ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അല്ല രുദ്ര, നിങ്ങളൊക്കെ അവിടെ എന്തെടുക്ക? നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത്? നിങ്ങൾ ഇത് ഷാക്കാലിനോട് ചോദിക്കുക, അയാൾ അതിന് ഉത്തരം പറയും. അത് പിന്നെ വോൾഫ് കിങ്, ഈ റേസ് വളരെ നന്നായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് അർജന്റായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു. വരൂ ചക്ലീന, നമുക്ക് പോവാം. നമുക്ക് പിന്നെ കാണാം. അല്ല, ഇവന് പെട്ടെന്ന് എന്താ പറ്റിയത്? അതൊരു വലിയ കഥയാണ്. ഞാൻ പിന്നെ റിലാക്സ് ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ആനുവൽ പാർട്ടി എൻജോയ് ചെയ്യൂ. അയാൾ എന്തുകൊണ്ടാ ഓടിപ്പോയെന്ന് എനിക്കറിയാം. ആഹാരം കഴിക്കാനുള്ള സമയമായി പോയില്ലേ? അയാളുടെ മമ്മി വിളിച്ചു കാണും. അതുകൊണ്ടാ രണ്ട് കുട്ടികളും ഇവിടുന്ന് ഓടിപ്പോയത്. വോൾഫ് കിങ്, ഇപ്പൊ വിന്നേഴ്സിന് അവാർഡ് കൊടുക്കൂ. ആഹാ, തീർച്ചയായും.